കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ നിർണായകമായ 2 വർഷങ്ങൾ 1929 മുതൽ 1931 വരെ. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒരു രാഷ്ട്രീയ സമരം എങ്ങനെയാണ് ഒരു വലിയ സാമൂഹിക മുന്നേറ്റത്തിന് തിരികൊളുത്തിയത്? നമുക്ക് വിശദമായി നോക്കാം. അപ്പോ എല്ലാത്തിന്റെയും തുടക്കമെന്ന് പറയാവുന്നത് 1929 മലബാറിൽ നടന്ന ഒരു യുവജന സമ്മേളനമാണ്. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഈ മലബാർ യുവജന സമ്മേളനം അത് വെറുമൊരു മീറ്റിംഗ് ആയിരുന്നില്ല കേട്ടോ. പൂർണ്ണ സ്വരാജ്, അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ആദ്യമായി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ തലമുറ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായി കാലെടുത്ത് വയ്ക്കുകയായിരുന്നു. ഈ സമ്മേളനം നടന്ന കൃത്യമായ തീയതിയും സ്ഥലവും നമ്മൾ ഓർത്തിരിക്കണം. 1929 നവംബർ 9 കോഴിക്കോടത്തെ ആനി ഹാളിൽ വെച്ചായിരുന്നു അത്. ഈ ഡേറ്റും സ്ഥലവും PSC പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് മറക്കരുത്. അപ്പോൾ ഈ സമ്മേളനത്തിലുണ്ടായ ആ ഒരു ആവേശം അത് വെറുതെ പോയില്ല. അതിനൊരു സംഘടിത രൂപം വന്നു, വളരെ പെട്ടെന്ന് തന്നെ. അങ്ങനെയാണ് കേരള യുവക സംഘം രൂപീകരിക്കപ്പെടുന്നത്. ആ യുവജന സമ്മേളനത്തിന്റെ നേരിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു അത്. വ്യക്തമായ ലക്ഷ്യങ്ങളൊക്കെയുള്ള ഒരു ശക്തമായ യുവജന പ്രസ്ഥാനം. ഇനി ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരാം. ഇത് പരീക്ഷകൾക്ക് സ്ഥിരം വരുന്ന ഒരു ഭാഗമാണ്. പ്രസിഡന്റ് മഞ്ചേരി രാമയ്യർ. വൈസ് പ്രസിഡന്റ് ആരാണെന്നോ? നമ്മുടെ പ്രിയപ്പെട്ട കെ കേളപ്പൻ. സെക്രട്ടറി EC കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരും. അപ്പോൾ എന്തായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ? അത് രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങിയില്ല. ഖാദിയും സ്വദേശി ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിച്ചു, മദ്യത്തിനെതിരെ നിന്നു. അതോടൊപ്പം തന്നെ ചെറുത്തുനിൽപ്പിന് യുവാക്കളെ തയ്യാറാക്കാൻ, നമ്മുടെ കളരിയെ വരെ പുനരുജ്ജീവിപ്പിക്കാൻ അവർ ലക്ഷ്യമിട്ടു. ശരിക്കുമൊരു ഓൾറൗണ്ട് അപ്രോച്ചായിരുന്നു. ഇനി ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. 1929 ആ യുവജന മുന്നേറ്റത്തോടെ തുടങ്ങി. 1930 ഉപ്പു സത്യാഗ്രഹം, പിന്നെ 1931 രാഷ്ട്രീയ സമ്മേളനം. വെറും 2 വർഷം കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ രംഗം എത്ര വേഗത്തിലാണ് മാറിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ നമ്മൾ 1930 എത്തുന്നു. ആ വർഷമാണ് ശരിക്കും ആ തീപ്പൊരി ആളിക്കത്തിയത്. ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ അതിന്റെ അലകൾ കേരളത്തിലും ആഞ്ഞടിച്ചു. അങ്ങനെ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിയമലംഘന സമരങ്ങളിലൊന്നിന് തുടക്കമാവുകയായിരുന്നു. ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങൾ. സമരം തുടങ്ങിയത് 1930 ഏപ്രിൽ 13 ആരായിരുന്നു ലീഡർ? സാക്ഷാൽ കെ കേളപ്പൻ, കേരള ഗാന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന അദ്ദേഹം. പയ്യന്നൂരും ബേപ്പൂരുമായിരുന്നു സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഇതിൽ പയ്യന്നൂരിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ രണ്ടാം ബർദോളി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഏപ്രിൽ 13 കോഴിക്കോട് നിന്ന് 32 വോളണ്ടിയർമാരുമായി കേളപ്പന്റെ നേതൃത്വത്തിൽ ആ മാർച്ച് തുടങ്ങി. വെറുമൊരു നടത്തമായിരുന്നില്ല അത്. അംശിനാരായണപിള്ളയുടെ ആവേശമുണർത്തുന്ന വരിക വരിക സഹചരേ എന്ന പാട്ടും പാടിയായിരുന്നു ആ യാത്ര. ഒടുവിൽ ഏപ്രിൽ 23 പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ വെച്ച് കെ കേളപ്പൻ ഒരു പിടി ഉപ്പെടുത്ത് ആ നിയമം ലംഘിച്ചു. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. സ്വാഭാവികമായും ബ്രിട്ടീഷുകാർ കേളപ്പനെ അറസ്റ്റ് ചെയ്തു. സമരം അതോടെ തീരുമെന്ന് അവർ കരുതി. പക്ഷേ തെറ്റി. കെ കേളപ്പന്റെ അറസ്റ്റിനു ശേഷം മൊയ്യാരത്ത് ശങ്കരൻ നേതൃത്വമേറ്റെടുത്തു. സമരം കൂടുതൽ ശക്തമായി മുന്നോട്ടുപോയി. അതേസമയം ദേശീയ തലത്തിലും കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. മെയ് 5 മഹാത്മാഗാന്ധിയെ അറസ്റ്റ് ചെയ്തു. ഇതോടെ ഇന്ത്യയൊട്ടാകെ പ്രതിഷേധം ആളിക്കത്തി. കേരളത്തിലും സമരം കൂടുതൽ ശക്തമായി. അതോടെ പോലീസിന്റെ അടിച്ചമർത്തലും കടുത്തു. അതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് 1930 മെയ് 12 കോഴിക്കോട് കടപ്പുറത്ത് നടന്നത്. അവിടെ സത്യാഗ്രഹികളെ പോലീസ് ക്രൂരമായി ആക്രമിച്ചു. പി കൃഷ്ണപിള്ള, RV ശർമ്മ തുടങ്ങിയ നേതാക്കൾക്ക് വലിയ മർദ്ദനമേറ്റു. പിന്നാലെ കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ മാധവൻ നായർ തുടങ്ങി സമരത്തിന്റെ പ്രധാന നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഈ സമരം ആവശ്യപ്പെട്ട ത്യാഗങ്ങൾ ചെറുതായിരുന്നില്ല. ബെല്ലാരി ജയിലിൽ 43 ദിവസം നിരാഹാരം കിടന്ന് കുഞ്ഞിരാമൻ അടിയോടി എന്ന ധീരൻ ജീവത്യാഗം ചെയ്തു. അതുപോലെ പോലീസ് ലാത്തിചാർജിൽ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന് തന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഇതൊക്കെ കാണിക്കുന്നത് ആ സമരത്തിന്റെ തീവ്രതയും സത്യാഗ്രഹികളുടെ ഉറച്ച നിലപാടുമാണ്. അപ്പോ ഈ അടിച്ചമർത്തലോടെ സമരം തീർന്നോ? എന്തായിരുന്നു ഇതിന്റെയൊക്കെ ഒരു അനന്തരഫലം? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. 1931 മാർച്ചിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി വന്നു. അതോടെ ദേശീയ തലത്തിൽ സമരം പിൻവലിച്ചു. ഇത് പലർക്കും നിരാശയുണ്ടാക്കിയെങ്കിലും കേരളത്തിൽ ആ സമരത്തിന്റെ ഊർജം കെട്ടുപോയില്ല. അത് പുതിയൊരു ദിശയിലേക്ക് തിരിഞ്ഞു. അതാണ് സാമൂഹിക പരിഷ്കരണം. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് 1931 മെയ് 5 വടകരയിൽ നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. JM സെൻഗുപ്തയായിരുന്നു അതിന്റെ അധ്യക്ഷൻ.
ആ സമ്മേളനത്തിലാണ് വളരെ നിർണായകമായൊരു തീരുമാനമെടുത്തത്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം വേണമെന്ന ഒരു പ്രമേയം അവിടെ പാസാക്കി. അതായത് ഉപ്പു സത്യാഗ്രഹം എന്ന രാഷ്ട്രീയ സമരത്തിൽ കണ്ട അതേ വീറും വാശിയും അയിത്തത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെയുള്ള ഒരു സാമൂഹിക സമരമായിട്ട് മാറുകയായിരുന്നു. ഈ പ്രമേയമാണ് പിന്നീട് നമ്മൾ കാണുന്ന പ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേരിട്ട് വഴിയൊരുക്കിയത്. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ഈ ടേബിൾ ശ്രദ്ധിക്കൂ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഓരോ സംഭവത്തിൻ്റെയും തീയതി, സ്ഥലം, പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാം ഒറ്റ നോട്ടത്തിൽ ഇതിലുണ്ട്. 1929 യുവജന സമ്മേളനം എങ്ങനെ ഉപ്പു സത്യാഗ്രഹത്തിലേക്കും അത് പിന്നീട് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിലേക്കും നയിച്ചു എന്നുള്ള ആ ഒരു ഒഴുക്കോർത്തുവയ്ക്കുക. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ്. മാസങ്ങളുടെ വ്യത്യാസത്തിൽ നടന്ന രണ്ട് വലിയ സമരങ്ങൾ, ഉപ്പു സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. ഒന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, മറ്റൊന്ന് സാമൂഹിക നീതിക്കു വേണ്ടി. എങ്ങനെയാണ്